നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് മകരം 1 രാവിലെ എനിക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ല, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരമാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അച്ചായിയുടെ അമ്പലത്തിലേക്കാണ് പൊങ്കാല ഇടാൻ വന്നിരിക്കുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു, എൻ്റെ അച്ചായി എന്ന് വിളിക്കുന്ന ഹസ്ബൻഡിനെയാണ്. കാര്യം പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ പൊങ്കാലയ്ക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിലെ കുറച്ച് ജോലികൾ ചെയ്തിട്ട് പോകുന്നതാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ എനിക്കൊരു മനസമാധാനം ഇല്ലെന്നേ. അങ്ങനെ അച്ചായി ചാർത്തൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നേരത്തെ പോയി. അപ്പോൾ ഇന്നും കൂടെ ഉള്ളൂ മണ്ഡലകാലത്തിൻ്റെ ചിറപ്പും കാര്യങ്ങളും എല്ലാം. 10-22 ദിവസം ഉണ്ട് അച്ചായിയുടെ അമ്പലത്തിൽ. അപ്പോൾ ഇന്നുകൊണ്ട് മണ്ഡലകാലത്തിൻ്റെ വിശേഷങ്ങളെല്ലാം ഇന്നുകൊണ്ട് അമ്പലത്തിൽ തീരുവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഇൻ്റർലോക്കും കാര്യങ്ങളും എല്ലാം തൂത്തും മിറ്റും എല്ലാം തൂത്തും. ഈ നേരത്തിന് അമ്മ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അമ്മ പോയി കുളിച്ചു എന്ന് പറഞ്ഞ് അമ്മ കുളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് രാവിലെയും തൂക്കണം വൈകിട്ടും തൂക്കണം. തൊട്ടപ്പുറത്തൊരു പ്ലാവ് നിൽപ്പുണ്ട് കേട്ടോ. അതിനകത്ത് നിന്ന് ഇഷ്ടംപോലെ പ്ലാവല്ലേ കണക്കില്ലാതെ വീഴുന്നത്. എത്ര തൂത്താലും കാറ്റല്ലേ, പിന്നെയും വീഴും. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് തൂക്കുന്നതിനൊക്കെ സന്തോഷമുള്ളൂ. പക്ഷെ വൃത്തിയായിട്ട് ഇരിക്കണം എല്ലായിടും, അതാണ് എനിക്ക് മെയിൻ. ഇന്ന് പിന്നെ പകൽ അമ്മയുടെ അലമാരിയൊക്കെ പറക്കി ഒതുക്കിയപ്പോൾ കുറേ വേണ്ടാത്ത തുണ്ട് പേപ്പറുകളൊക്കെ കിട്ടി കേട്ടോ. ഈ ഓരോന്നുകൊണ്ട് സൂക്ഷിച്ച് വെക്കുന്നതാണ്. അതെല്ലാം കൂടി ഇട്ട് പിന്നെ തീ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പുറം എല്ലാം തൂത്ത് വൃത്തിയാക്കാൻ പോയ നേരം കൊണ്ട് അമ്മയെടുത്ത് കുളിക്കാൻ പറഞ്ഞാൽ, എന്നിട്ട് അമ്മ എനിക്ക് പെരക്കകം എല്ലാം തൂത്ത് തന്നു കേട്ടോ. അതിനുശേഷം അമ്മയും കുളിക്കാൻ പോയി. അങ്ങനെ ഞാനും കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. നമുക്ക് 2 ബാത്റൂം ഉള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിങ്ങൾ കുളിച്ചല്ലോ. അന്നേരത്തേക്ക് കുളിയും കാര്യം എല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മുടെ പൊങ്കാല കലമാണിത്. അപ്പോൾ എനിക്ക് 2 പൊങ്കാല കലമുണ്ട്. ഇത് നമ്മൾ ആറ്റുകാലിലേക്കും എടുക്കും, പിന്നെ അല്ലാതെ വേറൊരു കലമുണ്ട് കേട്ടോ. അപ്പോൾ 2 പൊങ്കാല കലം വെച്ചാൽ ഒരെണ്ണം ചെറുതാണ്, 1/2 കിലോ ഒക്കെ വേവുന്നത്. ഇത് 1 കിലോ 1.5 കിലോ വരെ ഇതിനകത്ത് അരി വേവും കേട്ടോ. അപ്പോൾ കലമൊക്കെ ഞാൻ കഴുകി തേച്ച് വൃത്തിയാക്കി കവറിൽ വെച്ചേക്കുന്നതാണ്. ഇന്ന് മേളിൽ നിന്ന് എടുത്തതേ ഉള്ളൂ. എന്നാലും ഒന്നും കൂടെ ഒന്ന് കഴുകി വെള്ളമൊക്കെ പോകാനായിട്ടൊരു കമ്പനി അതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊങ്കാലയ്ക്ക് കൊണ്ടുപോകാൻ നേരത്തെ തന്നെ ഞാൻ തേങ്ങയെല്ലാം ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങ തിരുങ്ങുവാണേ. പിന്നെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോഴാണല്ലോ ഓരോരോ ഉടക്ക് പണികൾ വരുന്നത്. അപ്പം നമ്മുടെ ചിരവയുടെ സ്ക്രൂ നട്ടും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്കൂടെ ഞാൻ പിന്നെ അതൊക്കെ ശരിയാക്കി. അത് പിന്നെ വീഡിയോ കാണിച്ചില്ല. അപ്പോഴത്തെ ഇവിടെ വെള്ളമെല്ലാം പോകുന്നുണ്ട് നമ്മുടെ കലത്തിനകത്ത് കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ധൃതിയാണ്. കാര്യം കൃത്യം 5:45 ആകുമ്പോഴത്തേക്ക് അമ്പലത്തിൽ ചെല്ലണമെന്ന് പറഞ്ഞാൽ, പക്ഷെ നമ്മൾ 6 മണിയെങ്കിലും ആയി അമ്പലത്തിൽ എത്തിയപ്പോൾ കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ മാമിയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് പൊങ്കാലയ്ക്ക് പോകാനായിട്ട്. അങ്ങനെ അമ്മ ഇപ്പോൾ അവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പണി ഇവിടെ തകർത്ത് നടക്കുവാണ് കേട്ടോ. അമ്മയെടുത്ത് ഞാൻ കുളിക്കാൻ പറയാം. അമ്മ പോയി ഓരോരോ പണികൾ ഇതിലെയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കും. അങ്ങനെ എന്തായാലും അമ്മ ഇപ്പോൾ വഴക്ക് പറഞ്ഞ് കുളിക്കാമോ. എൻ്റെ വിചാരം ഞാനിവിടെ കുളിക്കാൻ കയറിയപ്പോൾ അമ്മ അവിടെ കുളിക്കാൻ കയറിയെന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഈ സമയത്ത് എന്തായാലും അമ്മയെ ഓടിച്ചു വിട്ടിട്ടുണ്ട് കുളിക്കാനൊക്കെ. അപ്പോൾ ഞാനേ ഈ തേങ്ങ ഇതുപോലെ മിക്സിയുടെ ജാറിലൊന്ന് ആട്ടി ഒരു മല്ലിത്തൂക്കിനെ കുഞ്ഞടുക്ക് പാത്രത്തിന് അത് കൊണ്ടുപോകും കേട്ടോ. എന്തിനാണെന്നോ, എനിക്ക് എന്താ പറയണ്ട, പബ്ലിക്കിൻ്റെയൊക്കെ മുമ്പിൽ വെച്ച് കൈ കൊണ്ട് ഞെവിടി ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിക്കുന്നതെന്ന് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. അത് പല ആൾക്കാർക്കും ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ അതിന് പായസമൊക്കെ മേടിച്ച് കുടിക്കാൻ. ഇതാകുമ്പോഴത്തേക്ക് ഒരു കാരണം കൂടെ ഉണ്ട്, നല്ല ടേസ്റ്റ് ആയിരിക്കും. കാര്യം നമ്മൾ ഈ മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പാലും കറക്റ്റ് കാര്യങ്ങളും എല്ലാം അതിനകത്ത് വന്നിട്ടുണ്ടായിരിക്കും. നേരിട്ടങ്ങ് ഒഴിച്ച് കഴിയുമ്പോൾ നല്ല രുചിയായിരിക്കും പായസത്തിന്. ഇനി നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല രസമാണ്. പിന്നെ വൃത്തിയുടെ കാര്യം അറിയാമല്ലോ എനിക്ക് എന്ത് ജോലി ചെയ്താലും എത്ര സമയമില്ലെങ്കിലും അവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടേ ഞാൻ നിൽക്കത്തുള്ളൂ. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ എൻ്റെ പായസത്തിൻ്റെ വേണ്ടിയിട്ടുള്ള പാല് നമ്മൾ അടുക്ക് പാത്രത്തിൽ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഒരു കൊച്ചു തെങ്ങ് നിൽപ്പുണ്ട് കേട്ടോ. അതിനകത്ത് നിറയെ ചൂട്ടുണ്ട്. ആ ചൂട്ടുകളെല്ലാം കൂടെ ഞാൻ ഈ ഒരു കവറിനകത്തോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ നമുക്ക് ബാക്കിയുള്ള പൊത്താനൊക്കെ അവിടെ ഉണ്ടെന്ന് അച്ചായി പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ് കേട്ടോ. കൊതുമ്പും കാര്യങ്ങളെല്ലാം അമ്പലത്തിൽ തന്നെ ഉണ്ട്. പിന്നെ അടുത്ത ശർക്കര പൊടിക്കുവാണ്. നമ്മൾ ഇവിടുന്ന് അങ്ങ് പൊടിച്ച് ഒരു പാത്രത്തിൽ ഇട്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അതാകുമ്പോൾ എളുപ്പമുണ്ട്. ഈ ഉണ്ടയായിട്ട് നമ്മൾ പൊങ്കാല കലത്തിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഉരുക്കി കിട്ടുന്നതുമില്ല, ഒരുപാട് താമസം. അത് മാത്രമല്ല ശർക്കര അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പം തിളയ്ക്കുന്ന അരിക്കകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ അരിക്കകത്തേക്ക് പെട്ടെന്ന് ഈ മധുരം കയറി പിടിച്ചുകൊണ്ട് നമുക്ക് എളുപ്പം പായസത്തിന് നല്ല ടേസ്റ്റും കിട്ടും. അതാണ്, പിന്നെ എളുപ്പവും ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ ഞാൻ ഈ കാണുന്ന പച്ച പാത്രത്തിനകത്തേക്ക് ശർക്കര എല്ലാം കൂടെ പൊടിച്ച് അങ്ങ് ഇട്ട് വെക്കുക കേട്ടോ. ഓരോന്നും ഞാൻ സെപ്പറേറ്റ് ഓരോരോ പാത്രത്തിലാക്കിക്കൊണ്ടങ്ങ് പോകുന്നുണ്ട്, നമുക്ക് എളുപ്പമുണ്ടേ. പിന്നെ ഇച്ചിരി അരി കഴുകണമല്ലോ. അപ്പം 1 കിലോ അരി വേവുന്ന കലമാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അരിയും ഇച്ചിരി വലിയ പാത്രത്തിനകത്തോട്ട് ഞാൻ അരി എടുത്തിട്ടുണ്ട്. പിന്നെ കൊണ്ടുപോകാനായിട്ടൊരു കത്രിക എടുത്തിട്ടുണ്ട്. പിന്നെ പഴമൊക്കെ മുറിക്കാനാണ് ആ കേക്ക് മുറിക്കാൻ സാധനം കേട്ടോ. പിന്നെ ചട്ടിയുണ്ട്, എണ്ണയുണ്ട്, വിളക്ക് തിരിയുണ്ട്, ചന്ദനത്തിരി കുത്തുന്ന സംഭവമുണ്ട്, പിന്നെ തീപ്പെട്ടി, നെയ്യ്, പിന്നെ മുന്തിരി, അണ്ടിപ്പരിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കറക്റ്റ് സാധനങ്ങളുണ്ട്. പിന്നെ ലാസ്റ്റാണ് പഴത്തിൻ്റെ കാര്യം ഓർത്തത്, പഴവും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടുപോകാനുള്ളതെല്ലാം ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയുള്ള ജോലി എന്ന് പറഞ്ഞാൽ ഒരു ബിഷോപ്പർ എടുത്ത് അതിനകത്തേക്ക് ഓരോന്ന് വെക്കുകയാണ് കേട്ടോ.
ആദ്യം ഞാനപ്പം കലവും സ്പൂണും എല്ലാം കൂടെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ബിഷോപ്പിനകത്ത് ഒരു അടിക്കട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 3-4 പേപ്പറിങ് ഇട്ടിട്ടുണ്ട്. കാരണം നമ്മൾ പൊങ്കാല ഇട്ടിട്ട് തിരിച്ച് വെക്കുമ്പോഴത്തേക്ക് കരി ആവരുതല്ലോ ഇതിനകത്ത്. കലത്തിൽ എന്തായാലും കരി ആവുമല്ലോ. പിന്നെ നമ്മൾ കൊണ്ടുവരുമ്പോൾ നമുക്കൊരു കട്ടി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പേപ്പറും ഇട്ടേക്കുന്നത് കേട്ടോ. പിന്നെ നീല ബക്കറ്റിനകത്താണ് നമ്മൾ തീപ്പെട്ടി, പഴം മുറിക്കാനുള്ള കത്തി, കത്രിക, നെയ്യ്, അങ്ങനെ ചെറുകിട സാധനങ്ങളെല്ലാം ആ ഒരു നീല ബക്കറ്റിലും വെക്കും. പിന്നെ ശർക്കര, ബാക്കി തേങ്ങാപ്പാൽ എല്ലാം വെച്ച് കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റാണ് ഓർത്തത് നമുക്ക് പുറത്തോട്ട് കൊടുക്കാൻ വേണ്ടി തോർത്തിൻ്റെ കാര്യം. അങ്ങനെ അമ്മ പോയി അലമാരിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ കൊണ്ടുപോകാനുള്ള സാധനം എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അമ്മ ദാ പറഞ്ഞതിനിപ്പോൾ സാരിയൊക്കെ കൊടുത്ത് റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ. അമ്മയ്ക്ക് എല്ലാം 5 മിനിറ്റ് മതി. ഒരുങ്ങുന്ന കാര്യത്തിൽ അമ്മയ്ക്ക് 5 മിനിറ്റ് മതി. പെട്ടെന്ന് അമ്മ അങ്ങ് ഒരുങ്ങിക്കോളും കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്ക് ഞാനിനി ഒരുങ്ങുവാണ്. ആദ്യം എൻ്റെ തീരുമാനം കുർത്ത ഇട്ടാൽ മതി എന്നായിരുന്നു കേട്ടോ. അങ്ങനെ കുർത്ത ഇട്ടാൽ മതി എന്നായിരുന്നു എൻ്റെ തീരുമാനം. പിന്നെ ഞാൻ മാറ്റി. കാരണം എനിക്ക് ഒന്നാമത്തെ കാര്യം ക്ഷേത്രങ്ങളിൽ പോകുമ്പം സാരി എടുത്തുകൊണ്ട് പോകുന്നതാണ് എനിക്കിഷ്ടം. ഒന്നീ സാരി അല്ലെ ഹാഫ് സാരി, ഇത് രണ്ടുമാണ് എനിക്കിഷ്ടം കേട്ടോ. ഞാൻ 10ലും 9ലും പഠിക്കുമ്പോൾ തന്നെ ഈ തുമ്പറ അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ സാരി എടുത്തുകൊണ്ട് എല്ലാം ആൾക്കാർ ചോദിക്കാറ്, ഇത്രയും കൊച്ചിലെ എന്തിനാ കൊച്ചെ നീ സാരിയൊക്കെ കൊടുക്കുന്നത്? ഞാൻ പറയും നമ്മുടെ ഇഷ്ടമല്ലേ നമ്മൾ എന്ത് ധരിക്കണം എന്നുള്ളത്. അങ്ങനെ എന്തായാലും ഒരുങ്ങി എല്ലാം കഴിഞ്ഞു കേട്ടോ. എവിടെ പോവാ? പൊങ്കാലയ്ക്കാണോ? അപ്പോൾ ഓക്കെ. ഇവിടെ അമ്മയെല്ലാം ഒരുങ്ങി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ വീടും എല്ലാം പൂട്ടി ഇറങ്ങാൻ നേരത്ത് നമ്മുടെ സ്ഥിര ഓട്ടോയ്ക്കകത്ത് പോകുന്ന അണ്ണനാണ് കേട്ടോ, സനുവണ്ണനാണ്. അപ്പോൾ അണ്ണൻ വന്നിട്ടുണ്ട്. നമ്മൾ ഒരുങ്ങുന്ന സമയമാകുമ്പോൾ വിളിക്കും, കൃത്യസമയമാകുമ്പോൾ അണ്ണൻ നമ്മുടെ വീടിൻ്റെ മുമ്പിലെത്തും കേട്ടോ. അപ്പോൾ അണ്ണൻ താണ്ട വന്നിട്ടുണ്ട്. അപ്പോൾ പൊങ്കാലയ്ക്ക് കൊണ്ടുപോകാനും നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കവറുകളും സാധനങ്ങളും എല്ലാം എടുത്ത് നേരെ വെക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന അമ്മയാണേ. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഗേറ്റൊക്കെ പൂട്ടുവാണ്. ഗേറ്റ് പൂട്ടി നേരെ ഓട്ടോയ്ക്കകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഓട്ടോയ്ക്കകത്ത് പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇനി നേരെ ഈ വഴി പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ ചെന്നിട്ട് മാമിയും കൂടെ വിളിക്കണം. മാമിയും കൂടെ പൊങ്കാലയ്ക്ക് നമുക്ക് കൊണ്ടുപോകാമല്ലോ. ഇന്ന് അത് മാത്രമല്ല, മകരം 1 നമുക്ക് ദീപാരാധനയും കാര്യങ്ങളെല്ലാം മാമിക്കും കാണാമെന്ന് പറഞ്ഞ് ഞാൻ മാമിയും കൂടെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ടേ അമ്പലത്തിൽ എത്തി ഞാൻ നേരെ ചെരുപ്പൊക്കെ ഊരിടാനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് മാമിയും അമ്മയും കൂടെ സാധനങ്ങളെല്ലാം കൂടെ കൊണ്ട് നമുക്ക് പൊങ്കാലയ്ക്കുള്ള അങ്ങോട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് എന്താ പറയുക, അച്ചായി നല്ല തിരക്കിലായിരുന്നു കേട്ടോ. അമ്പലത്തേക്ക് നല്ല തിരക്കിലായിരുന്നു. അങ്ങനെ ദാണ്ട നമ്മൾ വന്ന് ഇനി അടുത്തത് വാഴയിലയൊക്കെ ഞാൻ അമ്പലത്തിൽ തന്നെ ഉണ്ട്. അങ്ങനെ അമ്പലത്തിൽ നിന്ന് തന്നെയാണ് വാഴയിലെല്ലാം എടുത്തത് കേട്ടോ. കാരണം നമ്മുടെ വീട്ടിൽ വാഴയിലയും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ വാഴയിലയും വെച്ച് ചട്ടിവിളക്കിനകത്ത് എണ്ണയൊഴിച്ച് തിരിയിട്ട് അങ്ങനെ നമുക്ക് ഗണപതി ഒരുക്കിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് തൊഴുത് ചന്ദനവും കുങ്കുമം എല്ലാം കൊണ്ടുവന്ന് അതെല്ലാം നമ്മൾ കലത്തിന് ചുറ്റും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് കുറച്ച് പൊത്താൻ ഞാൻ ആ ചൂട്ടും അതും ഇതൊക്കെ കൊണ്ടുവന്നിട്ടുള്ളായിരുന്നു. ബാക്കി പൊത്താനും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കാണും. ഇവിടെ രാവിലെ നല്ല ശരിക്കും പൊങ്കാല ഉണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഞാൻ പിന്നെ വൈകുന്നേരം ഇടാന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ രാവിലെ അമ്പലത്തിൻ്റെ വക പായസം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പൊങ്കാല ഇടായിരുന്നു. അപ്പോൾ പിന്നെ വൈകുന്നേരം ആരുടെയും പൊങ്കാലയോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മുടെ പൊങ്കാല മാത്രമേ ഉള്ളൂ. അന്നേരം പായസം നമുക്ക് എല്ലാവർക്കും കൊടുക്കാമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും വലിയ കലവും എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. അപ്പോൾ കൃത്യം 6:15 ഞാൻ എല്ലാം ഒരുക്കി വന്നപ്പോഴത്തേക്ക് കൃത്യം 7 മണിയാകുമ്പം നമ്മുടെ അമ്പലത്തിലെ ദീപാരാധന തീരും. 6:30ക്കാണ് ദീപാരാധനയ്ക്ക് കയറുന്നത് കേട്ടോ. എന്തായാലും ഞാൻ പേടിച്ച് നിന്നാണ് പൊങ്കാല ഇട്ടത്. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് 7 മണി 7:15 ആകുമ്പോഴത്തേക്ക് ഭക്തജനങ്ങൾ പോകാൻ തുടങ്ങുമല്ലോ. അപ്പോൾ എല്ലാ ഭക്തജനങ്ങൾക്കും കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രത്യേകം ഇത്രയും വലിയ കലമൊക്കെ എടുത്തുകൊണ്ട് വന്നത്. അല്ലെങ്കിൽ ഞാൻ ചെറിയ കലത്തിലേ പൊങ്കാല ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും വലിയ കലം എടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും കൊടുക്കണമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ അതാണ്ട് അങ്ങനെ അച്ചായി ക്ഷേത്രത്തിൽ നിന്ന് ദീപമായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ അടുപ്പിലേക്ക് ദീപം പകരാനായിട്ട്. അങ്ങനെ ഒരു 6:10 6:15 ആയിട്ടുണ്ട് നമ്മുടെ അടുപ്പിലേക്ക് ദീപം പകരാൻ സമയത്ത് കേട്ടോ. അങ്ങനെ നല്ല കാറ്റാണ്. നമ്മളിങ്ങനെ അച്ചായി ഒരു കർപ്പൂരം ചൂട്ടിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ കത്തിക്കുന്നത് കേട്ടോ. പക്ഷെ എന്നാൽ തന്നെയും ഭയങ്കര കാറ്റോട് കാറ്റ്. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നമ്മൾ പൊങ്കാലയ്ക്ക് എത്തുമ്പോഴത്തേക്ക് ദേവി നമ്മളെ ഒന്ന് പരീക്ഷിക്കുന്നതാണ് പറയുന്നത് കേട്ടോ. കാറ്റൊക്കെ വരും. അങ്ങനെ എന്തായാലും അടുപ്പിലേക്ക് ദീപം പകർന്നിരിക്കുന്നു. അങ്ങനെ നമ്മുടെ പൊങ്കാല ഇങ്ങനെ തയ്യാറായിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ അമ്മയും ഉണ്ട് സഹായത്തിന് അടുത്ത് തന്നെ കേട്ടോ. അപ്പോൾ അമ്മയുടെ അടുത്ത് ഞാൻ പറയാം, അമ്മയ്ക്ക് നിൽക്കാൻ വയ്യില്ല, പോയി ഇരുന്നോ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കൊരു മനസ്സമാധാനമില്ല. കൂടെ നിന്ന് തന്നെ എല്ലാം സഹായിച്ച് തരും കേട്ടോ. പിന്നെ മാമി അകത്തോട്ട് തൊഴാൻ കയറിയിട്ടുണ്ട്. അപ്പം നമ്മൾ എൻ്റെ പൊങ്കാല മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ വിചാരിച്ചു വൈകുന്നേരം ആരുടെയെങ്കിലുമൊക്കെ പൊങ്കാല ഉണ്ടോ എന്ന് വിചാരിച്ചു. എന്തായാലും നമ്മുടെ പൊങ്കാലയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പൊങ്കാലയൊക്കെ ഇങ്ങനെ ഐശ്വര്യമായിട്ട് നടന്നുകൊണ്ടേ ഇരിക്കുവാണ് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഇന്ന് തന്നെയാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുന്നത് കേട്ടോ. അല്ലെ പിന്നെ നമ്മൾ നാളെ ഇട്ടാൽ ഇതിൻ്റെ ഒരു ഇത് കിട്ടത്തില്ലല്ലോ. അപ്പം മകരം 1 നമ്മൾ എടുത്ത വീഡിയോ മകരം 1
1-ന് തന്നെ ഞാൻ അമ്പലത്തിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഈ വീഡിയോ കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് ഇടുവാണ് കേട്ടോ. നമുക്കിപ്പോൾ അവിടെ നിൽക്കുമ്പം പ്രത്യേകിച്ച് വോയിസ് ഒന്നും പറയാനും കാര്യങ്ങളൊന്നും പറ്റത്തില്ല. അങ്ങനെ നമ്മൾ ദാണ്ട് അരി ഇടുവാണ് കേട്ടോ. അപ്പോൾ അരി എല്ലാം കഴിയാൻ നമുക്ക് ആ സൈഡിൽ തന്നെ പൈപ്പ് ഉണ്ട്, ഒന്നിനും മണ്ണിലോട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ കലത്തിന് ചുറ്റും 3 തവണയാണ് ചുറ്റിയിട്ട് നമ്മൾ ദേവിയെ പ്രാർത്ഥിച്ച് സങ്കല്പിച്ച് നമ്മൾ അരി ഇടുവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അരി ഞാൻ അമ്മയ്ക്ക് ഇടാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലല്ലോ. കാര്യം ഇപ്പം എല്ലാം കൂടെ ഒന്നും നമുക്ക് വീഡിയോക്കകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. എന്നാലും എൻ്റെ സമയപരിധിയും കാര്യങ്ങളും എല്ലാം ഞാൻ ഉൾക്കൊള്ളിച്ച് തന്നെയാണ് ഈ വീഡിയോക്കകത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കാര്യം നമുക്കിപ്പോൾ എല്ലാം ശ്രദ്ധിക്കണം. അങ്ങനെ എന്തായാലും അരിയെല്ലാം കലത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് താണ്ട ദീപാരാധനയ്ക്ക് സമയമായി. കൃത്യം 6:35 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അരിയും എല്ലാം ഇട്ട് കഴിഞ്ഞ് അരി ഒരു ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നു. എന്നാലും എൻ്റെ ഈ കലത്തിന് ചെമ്പ് കലവാണ് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, എൻ്റെ കലത്തിന് നല്ല അടിക്കട്ടിയുള്ള കലവാണ്. ഒരുപാട് തീ എരിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പൊങ്കാല പെട്ടെന്ന് ആവത്തുള്ളൂ. അങ്ങനെ ദീപാരാധനകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ മനസ്സിൽ തീയും കാര്യം, അല്ലെങ്കിൽ അച്ചായി എന്നെ ഇടിച്ച് ശരിയാക്കും. തമാശ പറഞ്ഞാണ്, പാവൻ്റെ അച്ചായി അങ്ങനെയൊന്നും ചെയ്യത്തില്ല. എന്താണെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, കാര്യം നമ്മൾ ഇത്രയും ഭക്തജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പൊങ്കാല ഇത്രയും ഇട്ടേക്കുന്നത്. കാര്യം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിച്ചിട്ട് കാര്യമില്ല, എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇടുന്നത് തന്നെ. അപ്പോഴത്തേക്ക് എന്തായാലും ഇഷ്ടം പോലെ ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഈ ഒരു കലം പൊങ്കാല ഞാൻ ഇട്ടത്, ഒരു കല പൊങ്കാല പായസവും തീർന്ന് എനിക്ക് വീട്ടിൽ കൊണ്ടുവരാൻ 2 ഗ്ലാസ് പായസം മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മയ്ക്കും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എനിക്കും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാര്യം ഞാൻ പായസം വിളമ്പും അമ്മ ഓരോരുത്തർക്ക് കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അതും നല്ല തിളച്ച ചൂടല്ലേ പായസം. അങ്ങനെ എന്തായാലും ലാസ്റ്റ് 2-3 പേര് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയെ ഒന്ന് ഈ ഒരു വീഡിയോ ഒന്ന് എടുത്തേ, ഞാൻ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു വീഡിയോ ഒന്ന് എടുത്തത് ആ അമ്മയെന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ പിന്നെ പെട്ടെന്ന് അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് 2-3 പേർക്കൊന്ന് വിളമ്പുന്ന വീഡിയോ ആണ് കേട്ടോ. ബാക്കി ദീപാരാധന അങ്ങോട്ട് കഴിഞ്ഞ് വന്നതും അച്ചായി പെട്ടെന്ന് തന്നെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി തളിച്ച് കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പിന്നെ അന്നേരം തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് ക്യൂ നിന്ന് എല്ലാവർക്കും കൊടുത്തു കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ അമ്മയുടെ ശക്തി കൊണ്ട് തന്നെ ആ കൃത്യസമയത്ത് നമ്മൾ വിചാരിച്ചതിൽ എളുപ്പം. കാര്യം നിങ്ങൾ ആലോചിക്കണം, 6:30 ആയി നമ്മൾ പായസം ഇട്ട് തുടങ്ങിയപ്പോൾ പെട്ടെന്ന് തന്നെ പായസം എല്ലാം നമുക്ക് എല്ലാവർക്കും കൊടുത്ത് തീർക്കാൻ പറ്റി കേട്ടോ. 2 ഗ്ലാസ് പായസം അച്ചായിക്ക് വേണ്ടിയുള്ള പായസം മാത്രമേ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റിയുള്ളൂ കേട്ടോ. അപ്പോൾ പൊങ്കാലയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് താണ്ട ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും മറക്കുകയും ചെയ്യണ്ട കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് ചെറിയൊരു വ്ളോഗായിരുന്നേ. നമ്മുടെ കൊല്ലം ജില്ലയിലെ പട്ടത്താനം ശ്രീ മീനാക്ഷി അമ്മൻ കോവിലായിരുന്നു ഇന്ന് ഞാൻ പൊങ്കാലയ്ക്ക് പോയിരുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അവിടെ പൂജാരിയായിട്ട് നിൽക്കുന്നു. അപ്പം നമ്മുടെ വീഡിയോ സ്ഥിരം കണ്ടുവരുന്നവർക്ക് അറിയാം കാര്യം. എന്നിരുന്നാലും പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഹസ്ബൻഡ് പൂജാരിയായിട്ട് നിൽക്കുന്ന അമ്പലത്തിലാണ് ഇന്ന് മകരം 1 ഞാൻ വൈകുന്നേരം പൊങ്കാല ഇടാൻ പോയത് കേട്ടോ. അപ്പോൾ നമ്മുടെ പൊങ്കാലയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ നിങ്ങൾ മറക്കുകയും ചെയ്യരുത്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനലിൽ നല്ല നല്ല വീഡിയോസ് കിടപ്പുണ്ട് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോയുമായി വരുന്നവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.